ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏറ്റവും സ്പെഷ്യലായിട്ട് വെറും 3 ചേരുവകൾ മാത്രം കൊണ്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് ശരിക്കും ബംഗാളിൻ്റെ ട്രഡീഷണൽ സ്വീറ്റാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ബാപ്പാഡോയ് എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതും വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന അത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ചേരുവകളാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് തൈര്. ഞാനിപ്പോൾ ഒരു 170 ഗ്രാമിൻ്റെ തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു ചെറിയ കപ്പ്. അപ്പോൾ അതൊന്ന് പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഈ തൈര് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം നമുക്ക്. തൈര് നന്നായിട്ട് വിസ്ക് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിന് അടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് തൈര് എടുക്കുമ്പോൾ വേണമെങ്കിൽ 1 കപ്പിൻ്റെ അടുത്ത് തന്നെ കണ്ടൻസ്ഡ് മിൽക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒത്തിരി മധുരം വേണമെന്നാണെങ്കിൽ. അതിനുശേഷം ഈ തൈരും കണ്ടൻസ്ഡ് മിൽക്കും ശരിക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മധുരം കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തൈരും കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പ്രധാന ചേരുവയായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 170 ml അടുത്താണ് പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ തൈര് അളക്കുന്നത് അതേ കപ്പിൽ തന്നെ പാൽ അളക്കാൻ നോക്കുക. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഒരു പാകം കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ മെഷർമെൻ്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. ഈ 3 ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് മധുരമൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബൗളോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറ്റുപാത്രം ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പ്ലേറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും കുറച്ച് കുഴിയുള്ളത് ഉപയോഗിച്ചാൽ മതി. ഇതെന്നിട്ട് ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ചിട്ട് ഒന്ന് തൂക്കി കൊടുക്കാം. അതായത് നമുക്ക് പെട്ടെന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ തന്നെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മളിതൊരു 30 മിനിറ്റിനടുത്ത് സ്റ്റീം ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇഡ്ലിത്തട്ടിൻ്റെ ആ ഒരു തട്ടുണ്ടല്ലോ അതാണ് ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ഒക്കെ അടിയിലുള്ള റിങ് വെച്ച് കൊടുത്താലും മതി. ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 35 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതില്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച് സെറ്റ് ആയതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നന്നായി തണുത്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സൈഡിലൂടെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കണ്ടില്ലേ പെട്ടെന്ന് ഇളകി വരും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പം ഞാനിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത് ട്രഡീഷണലി സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഏലക്ക പൊടി ഒന്ന് വിതറി കൊടുക്കും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ ഇത്രയധികം സോഫ്റ്റാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടാകും.
നമ്മൾ വായിലിട്ട് ശരിക്കും അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്യാൻ വളരെ നല്ലതായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.